പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തെ ആശങ്കയിലാഴ്ത്തി ഇറാൻ പാർലമെന്റിന്റെ നീക്കം. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്കയും അണിചേർന്നതിന് തൊട്ടു പിന്നാലെ നിർണായക നീക്കവുമായി ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. പേഴ്സിയൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ അത് 40% എണ്ണക്കപ്പലുകളുടെ ഗതാഗതത്തെയും ബാധിക്കും. ഇറാൻ തീരുമാനം എണ്ണ വിപണിയിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കും. അതിനിടെ ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് ചൈനയും രംഗത്തെത്തിയിരിക്കുന്നു. സായ്കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായ്കുമാർ, നിർണായക നീക്കമാണ് ഇറാൻ പാർലമെന്റ് ഇപ്പോൾ നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇനി എണ്ണ കപ്പൽ ഗതാഗതം ഉണ്ടാകില്ല എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. നിർണായക നീക്കമാണോ ഇറാൻ നടത്തുന്നത്? ആശങ്കയിലാണോ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ പുറത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റ് ഇക്കാര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിക്കഴിഞ്ഞു. അന്തിമ തീരുമാനം ഇതിന് ഉത്തരവായി പുറത്തിറങ്ങണമെങ്കിൽ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ആ തീരുമാനം പ്രഖ്യാപിക്കണം. അത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കി പാർലമെന്റ് പൂർണ്ണമായും ഏകാഭിപ്രായത്തോടുകൂടി ഇക്കാര്യത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രസ് ടിവി ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും. ഇങ്ങനെ സംഘർഷം ഉണ്ടാകുമ്പോഴൊക്കെ ഇറാൻ എന്നും ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താറുള്ളത് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. 2024 സമാനമായ ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിലവിൽ അമേരിക്ക കൂടി യുദ്ധത്തിൽ പങ്കാളിയായതോടുകൂടി ഇറാനെ എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് 20-21 ദശലക്ഷം ബാരൽ എണ്ണ ഈ കടലിടുക്കിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നതാണ്. ലോകത്തെ പ്രതിദിന ഉപഭോഗത്തിന്റെ ഏകദേശം 5-1 വരും അത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഏത് തടസ്സവും അത് ലോകമെമ്പാടുമുള്ള ഊർജ്ജ വിപണികളെ ഏത് തരത്തിലായിരിക്കും പിടിച്ചു കുലുക്കാൻ പോകുന്നത്? പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ ഭീഷണിയും പ്രോക്സി യുദ്ധങ്ങളും ഒക്കെ നടന്നപ്പോഴും അടയ്ക്കുമെന്ന് പറയുന്നതല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ കടക്കുന്നത് നമ്മൾ ഈ ആധുനിക ചരിത്രത്തിൽ കണ്ടിട്ടുമില്ലല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. മുൻപ് പലതവണ ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവർ ആ കടുത്ത തീരുമാനത്തിലേക്ക് പോവുകയാണ്. നിലവിൽ 3 ഓപ്ഷൻ ഇറാന് മുന്നിലുണ്ട്. ഒന്നുകിൽ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ സേനാവിന്യാസത്തെ ആക്രമിക്കുക. അത് കുറെ കൂടി കടുത്ത തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ഇറാൻ ഒരുപക്ഷെ ആശങ്കപ്പെടുന്നുണ്ടാകും. നിലവിൽ ഏറ്റവും വേഗത്തിൽ അവർക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം എന്നുള്ള രീതിയിൽ അവർ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണ വ്യാപാരം, മറ്റു രാജ്യങ്ങളിലേക്കുള്ള എണ്ണ സഞ്ചാരം അത് പൂർണ്ണമായി നിൽക്കും. അങ്ങനെയാണെങ്കിൽ സുജ, നമ്മളുടെ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും എണ്ണവില കുതിച്ചു വരും. അതായത് എണ്ണവില മാത്രമല്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലേക്ക് അത് മാറുകയാണ്. സായികുമാർ, ഇതൊരു സമ്മർദ്ദ തന്ത്രമായി കണ്ടുകൂടെ? തീർച്ചയായും പലതവണ ഇറാൻ ഇത് എടുത്തുപയോഗിച്ചിട്ടുള്ള ഒരു ആയുധം കൂടിയാണ്. അമേരിക്ക ഇടപെട്ടപ്പോൾ തന്നെ ഖത്തർ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അതായത് ഊർജ്ജ മേഖലയിൽ അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് അമേരിക്കയുടെ ഈ ഇടപെടൽ പോകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ആദ്യം തന്നെ ഖത്തർ ഈ വിഷയത്തിൽ നൽകിയതുമാണ്. ഇതിന്റെ ദൂഷ്യവശം അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം ആദ്യം തിരിച്ചറിഞ്ഞതും ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ പലവട്ടം ഒരു മധ്യസ്ഥ ശ്രമത്തിന് പോലും ശ്രമിച്ചത്. വലിയൊരു യുദ്ധത്തിലേക്ക് ഇത് പോകരുത്, അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തിന്റെ ആകെ സാമ്പത്തിക പ്രതിസന്ധിയെ, ഊർജ്ജ ലഭ്യതയൊക്കെ വലിയ രീതിയിൽ ബാധിക്കാൻ ഇടയാക്കും. ഇതിപ്പോൾ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തിന്റെ എല്ലായിടത്തും, ഇന്ത്യയിലടക്കം നമ്മളെ അടക്കം നേരിട്ട് ബാധിക്കാൻ പോകുന്ന തരത്തിലേക്ക് ഈ സംഘർഷം പോവുകയാണ്. ഇപ്പോൾ പാർലമെന്റ് അംഗീകാരം നൽകി. ഇനിയിപ്പോൾ പരമോന്നത നേതാവ് മാത്രം തീരുമാനമെടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആ നിർണായക തീരുമാനത്തിലേക്ക് ഇറാഖ് യുദ്ധകാലത്ത് 1980-ലും ഇതേപോലെയുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അവസാനം ആ തീരുമാനം വേണ്ട എന്ന് വെക്കുകയായിരുന്നു. മൈനുകൾ സ്ഥാപിക്കുക, ടാങ്കറുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം, അതിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവിടെ അപ്പോഴും ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുന്നു. വീണ്ടും ഈ എണ്ണ കയറ്റുമതി, ബാങ്കിംഗ് രംഗത്ത് അമേരിക്കയും അതോടൊപ്പം യൂറോപ്പും ഏർപ്പെടുത്തിയ ഉപരോധങ്ങളോടുള്ള പ്രതികരണമായി 2011-2012 2 വർഷവും ഇതുപോലെയുള്ള നീക്കങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ഇവിടെ ഇറാന് തന്നെ ഒരു വലിയ വില കൊടുക്കേണ്ട രീതിയിലല്ലേ ഈ അടച്ചിടൽ എന്ന് പറയുന്നത്? ഇതിനകം തന്നെ തകർന്നു കിടക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കൂടി ഇറാൻ ഉണ്ടല്ലോ. അപ്പോൾ അടച്ചിടൽ എന്ന് പറയുന്നത് ഒരു ഭീഷണിയായി നിൽക്കുകയും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അവരെയും ബാധിക്കില്ലേ? തീർച്ചയായും അങ്ങനത്തെ ഒരു പ്രതിസന്ധി അവർക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമെങ്കിലും നിലവിലെ സാഹചര്യം എന്നുള്ളത് സുജയ, അമേരിക്ക നേരിട്ട് ആക്രമിച്ച ഒരു സാഹചര്യം, അവരുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ പോലും തകർക്കപ്പെട്ട ഒരു സാഹചര്യം, വലിയ നാശനഷ്ടമുണ്ടായ ഒരു സാഹചര്യം, അവരുടെ പ്രോക്സി സംഘടനകളെല്ലാം ഒരു പ്രതിരോധത്തിന് പോലും തയ്യാറാകാൻ കഴിയാതെ അശക്തരായി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ
തങ്ങൾ വരച്ച വരയിലേക്ക് ഈ പറയുന്ന ലോകരാജ്യങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം എന്നുള്ളത് ഈ പാത അടയ്ക്കുക എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുവെങ്കിൽ ഒരു കടുത്ത നിലപാട് ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചൈനയുടെ ഒരു പ്രതികരണം കൂടി വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയണം. നിശിതമായ അമേരിക്കയെ വിമർശിക്കുകയാണ് ചൈന. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. റഷ്യയിലേക്ക് നാളെ ഇറാൻ വിദേശകാര്യമന്ത്രി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രം അവർ നടത്തണമെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ സായികുമാർ, ഒരു കാര്യം കൂടി, ഈ ഹോർമൂസ് കടലിടുക്ക് കുപ്പിക്കഴുത്ത് പോലൊരു സ്ഥലം, ഒരു വശത്ത് UAE, മറുവശത്ത് ഇറാൻ, തൊട്ട് താഴെയാണെങ്കിൽ ഒമാൻ. യുദ്ധത്തിന്റെ മുഖം മാറുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ആക്രമണം നടത്തേണ്ടി വരും. ഇറാൻ ആണെങ്കിൽ യുദ്ധം ഇറാന്റെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുകയാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടെ സമ്മർദ്ദത്തിലാക്കുക. കുവൈറ്റ് അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും അവരുടെ എണ്ണ വിൽപ്പന നടത്തണമെങ്കിൽ ഇതുവഴിയേ പറ്റൂ. മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലെയും സമ്മർദ്ദത്തിലാക്കുക എന്നത് കൂടി ഇതിനകത്തുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഇപ്പോൾ ഇറാന് മുന്നിൽ ഉണ്ട് ജിമ്മി. കാരണം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളൊക്കെ ഈ ആക്രമണത്തെ അപലപിച്ചിരുന്നുവെങ്കിലും സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പൂർണ്ണമായും അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടില്ല. ഇറാൻ ഒറ്റയ്ക്ക് പ്രതിരോധിച്ചോട്ടെ എന്നുള്ളൊരു നിലപാട് ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിൽ അവർ എടുത്തിരുന്നു. പക്ഷെ പിന്നീട് ഇന്നാണ് കുറെ കൂടി കർക്കശമായിട്ടുള്ള നിലപാട് UAEയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എടുത്തത്. സ്വാഭാവികമായും ഇറാൻ ഇങ്ങനെ ഒരു അന്തിമഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ അത് തങ്ങൾക്ക് കൂടി തിരിച്ചടിയാണ് എന്ന് ആ രാജ്യങ്ങൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടത് അവർക്ക് കൂടി ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു അറ്റകൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ഇറാൻ ഈ തീരുമാനം എടുക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഇല്ലാതാക്കും, ഇത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നവർ ആവർത്തിച്ച് പറയുകയും ചെയ്തത്. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ് തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞ ട്രംപ് ആ വാക്കുമാറ്റി കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും ഇറാൻ ആ തീരുമാനത്തിലേക്ക് പോകും. ഇനി കുറെ കൂടി രാജ്യങ്ങളൊക്കെ വലിയ സമ്മർദ്ദം ഇറാന് മേൽ ചുമത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ കേൾക്കേണ്ടി വരും. അവർ ഇപ്പോൾ പറഞ്ഞത് ഈ തങ്ങളെ ആക്രമിച്ച് ഇനി എങ്ങനെയാണ് ഒരു ചർച്ചയുടെ ടേബിളിലേക്ക് ഞങ്ങൾ പോവുക എന്നാണ് ഇന്ന്. തീർച്ചയായിട്ടും ഇറാൻ കൂടുതൽ പ്രതിരോധ മാർഗങ്ങളിലേക്ക് പോകും. ഇന്നത്തെ രാത്രി നിർണായകവുമാണ്. ബഹ്റിൻ, കുവൈറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം കനത്ത ജാഗ്രതയാണ്. ബഹ്റിനിൽ കൂടുതൽ ജാഗ്രതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ ആശങ്ക എന്ന് പറയുന്നത് ഏകദേശം 5.5 മില്യൺ ബാരൽ പെർ ഡേ ആണ് ഈ പറയുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെ പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നായി നമുക്ക് ലഭിക്കേണ്ടത്. 5.5 മില്യണിൽ 2 മില്യൺ പെർ ബാരൽ പെർ ഡേ ആണ് നമുക്ക് ലഭ്യമാകേണ്ടത്. ഏകദേശം പാതിയോളം വരുന്നത് ഈ പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. പക്ഷേ അത്ര വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ മറ്റൊരു റൂട്ട് കൂടി നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഖത്തറിന്റെ എണ്ണ നമുക്ക് വരുന്നത്, അതേപോലെ റഷ്യൻ ഓയിൽ നമുക്ക് വരുന്നത് മറ്റൊരു റോഡ് വഴിയാണ്. അത് ഇന്ത്യൻ ഓഷൻ വഴിയല്ല, അത് പസഫിക് ഓഷൻ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റൊരു ജലപാത കൂടി നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയർ ആണെങ്കിൽ പോലും അല്പം വില കൂടിയാൽ പോലും അത് എണ്ണ ലഭ്യതയെ ആ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ലെന്നൊരു വിഭാഗം കരുതുന്നു. പക്ഷേ വില കൂടും, എണ്ണയ്ക്ക് വില കൂടാൻ സമയമെടുക്കും, കപ്പലുകളുടെ നീക്കത്തിന് സമയമെടുക്കും. അങ്ങനെ തൽക്കാലം ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന സൂയിസ് കനാൽ വഴി, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി തിരിച്ച് പസഫിക് ഓഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബദൽ പാത നമുക്ക് കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ആശങ്കാജനകമായ ഒരു തീരുമാനമാണ് ഇറാൻ പാർലമെന്റ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് അന്തിമ അനുമതി നൽകേണ്ടത് അയത്തുള്ള ഖമീനിയാണ്. അയത്തുള്ള ഖമീനി ഒപ്പുവെച്ചാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ പോകുന്നു ഇറാൻ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. UAEയുടെ പ്രതികരണം, അതേപോലെ ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ, പേർഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് 74 ദിവസത്തേക്കുള്ള എണ്ണ സംഭരണത്തിലുണ്ട്. അതുകൊണ്ട് നിലവിൽ വലിയ ആശങ്കയില്ല എന്നതാണ്. അതെ, ഗ്യാസിനെ അത് ബാധിക്കില്ല. ഈ പേർഷ്യയിൽ നിന്നുള്ള എണ്ണയെ മാത്രമാണ് അത് ബാധിക്കുന്നത്. അത് 2 മില്യൺ ബാരൽ പെർ ഡേ എന്ന നിലയിലാണ് ഹോർമൂസ് കടലിടുക്ക് വഴി വരുന്നത്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. അന്തിമ തീരുമാനം ഇറാൻ എടുക്കുന്ന ഘട്ടത്തിൽ.